മഅഫറത്തിന്റെ 10 അതിനു വേണ്ടിയാണ് പെങ്ങളെ നമുക്ക് തന്നത്. റമദാനിന്റെ രണ്ടാമത്തെ 10 അല്ലാഹു തആല മഅഫറത്തിന്റെ 10 വേണ്ടി, മഅഫറത്തിന് വേണ്ടി, പാപമോചനം കൊടുക്കാൻ വേണ്ടി, അവൻ ചെയ്ത പാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടി, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞുകൊണ്ട് സംഭവിച്ചു പോയ, അറിയാതെ സംഭവിച്ചു പോയ, രഹസ്യമായി സംഭവിച്ചു പോയ, പരസ്യമായി സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനാണ് രണ്ടാമത്തെ 10 അല്ലാഹു തന്നത്. അത് മഅഫറത്തിന്റെ 10 അല്ലേ. അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പെങ്ങളെ ദ്വാരക്കണം. നമ്മുടെ ദ്വായിൽ അത് ഉൾപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറ്റങ്ങളുണ്ട്. ആ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഅഫറത്തിന്റെ 10 നമുക്ക് നൽകിയത്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്തു പോയെങ്കിൽ, പാപങ്ങൾ ചെയ്തു പോയെങ്കിൽ, പാപക്കറകൾ നമ്മുടെ ശരീരത്തുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ റമദാനിന്റെ രണ്ടാമത്തെ 10 ദിവസങ്ങൾ ആ പാപങ്ങൾ ഓരോന്നേറ്റു പറഞ്ഞുകൊണ്ട് കരയാനുള്ള ദിവസമാണ് പെങ്ങളെ, കരയാനുള്ള ദിവസമാണ് സഹോദര, കരയാനുള്ള ദിവസമാണ് ഉമ്മ, കരയാനുള്ള ദിവസമാണ് വാപ്പാ. അല്ലാഹുവിനോട് ദുആരക്കണം നമ്മൾ. അല്ലാഹുവേ, പടച്ചവനേ, റഹ്മാനായ റബ്ബേ, ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. റമദാനിന്റെ രണ്ടാമത്തെ 10 അത് മഅഫറത്തിന്റെ 10 പാപമോചനത്തിന്റെ 10. മൂന്നാമത്തെ 10ലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇത്കും മിനന്നാറിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നരകമോചനത്തിന്റെ 10ലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് പാപങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും കഴുകിക്കളയാൻ അല്ലാഹുവിനോട് നമ്മൾ കൈയോർത്തി കരഞ്ഞു ചോദിക്കണം. അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ 10 ഉണ്ടല്ലോ സഹാബാ, മഅഫറത്തിന്റെ 10, അത് പാപമോചനത്തിന്റെ 10. എല്ലാ പാപങ്ങളും, മനുഷ്യൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്തു തരുവാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് തന്ന 10. അതുകൊണ്ട് പെങ്ങളെ, സമയം പാഴാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഓരോന്നായി അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് കൈയുയർത്തി ദുആ ചെയ്യണം പെങ്ങളെ.